സ്വാമിയേ ശരണമയ്യപ്പ. 2025 ജൂൺ 17 നമ്മൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് കെട്ടുനിറക്കുകയാണ്. തൈക്കാട് അയ്യപ്പ ക്ഷേത്രമാണ് സ്ഥലം. രാത്രി 9 മണിക്കുള്ള KSRTC പമ്പ സ്പെഷ്യലിലാണ് നമ്മുടെ യാത്ര. അതിനായിട്ട് KSRTC സ്റ്റാൻഡ് തമ്പാനൂരിലെത്തി 9 മണിക്ക് തന്നെ നമ്മൾ വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചു. KSRTCക്ക് ഇത് കൂടാണ്ട് രാത്രി 8 മണിക്കും ഒരു സർവീസ് പമ്പയ്ക്കുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതി നട തുറക്കുന്നതോടനുബന്ധിച്ച് ഈ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 9:10 നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുവാണ് തമ്പാനൂരിൽ നിന്ന്. രാത്രി പുലർച്ചെ 2 മണിയോടുകൂടി നമ്മൾ പമ്പയിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ലാഹയിൽ ഒരു 10 മിനിറ്റ് ചായ കുടിക്കാനും മറ്റും സമയം കിട്ടും. അങ്ങനെ നമ്മൾ 2:10 പമ്പയിൽ എത്തിയിരിക്കുവാണ്. പമ്പയാറ് നല്ല ഒഴുക്കുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ പറ്റുന്നുണ്ട്. പമ്പയിൽ കുളിക്കാൻ പാടില്ല, കുത്തൊഴുക്കുള്ളത് കൊണ്ട് പമ്പയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുതെന്ന് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. കുളിക്കുന്നതിനായി പകരം മോട്ടറിൽ പമ്പ് ചെയ്ത് വെള്ളം തരുന്നുണ്ടായിരുന്നു. കുളിച്ച ശേഷം കന്നിമൂല ഗണപതിയെ പ്രാർത്ഥിച്ച് നാളികേരവും ഉടച്ച് മല കയറാൻ തുടങ്ങുവാണ്. ഞാൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സമീപത്ത് തന്നെ വെർച്വൽ ക്യൂ എടുക്കാനുള്ള ഒരു ഓഫീസുണ്ട്. അവിടെ നിന്ന് വെർച്വൽ ക്യൂവും എടുത്ത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്, മല കയറാൻ തുടങ്ങുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നും കാണുന്നില്ല. നമ്മൾ ഇന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത്. നീലിമല റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് അടച്ചേക്കുവാണ്. ഈ അടുത്ത് മഴ പെയ്തിട്ട് മൊത്തം അവിടെ തെറ്റലായിട്ട് ആൾക്കാർ വീഴുന്നതൊക്കെ കൊണ്ട് അതുവഴി കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ മല കയറുന്നത് സ്വാമിയപ്പൻ റോഡ് തന്നെ വഴിയാണ്. ഇത് ശരിക്കും സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണ്. ട്രാക്ടറും മറ്റും ഇതുവഴിയാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. ഒരല്പം ചെങ്കുത്തായിട്ടുള്ള റോഡാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് സമയമെടുത്ത് നടന്ന് കയറേണ്ടി വരും. ഇവിടെയും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫുഡ് എല്ലാം ലഭിക്കുന്നതാണ്. വഴിയോരത്ത് ചെറിയ കടകളെല്ലാം ഉണ്ട്. ചായ അതേപോലെ സ്നാക്സും എല്ലാം കിട്ടും. നമ്മൾ നടക്കുന്നത് പലയിടങ്ങളിലായിട്ട് തന്നെ RO വാട്ടറും നമുക്ക് അവൈലബിളായിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് കുടിക്കാൻ വെള്ളവും കിട്ടും. അതേപോലെ മെഡിക്കൽ എയ്ഡിൻ്റെ ഓരോ സെൻറ്റേഴ്സും പല ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. ഏകദേശം 3.5 കിലോമീറ്ററാണ് നമ്മൾ ഇതുവഴി സഞ്ചരിച്ച് മുകളിലെത്തേണ്ടത്. ശരം കുത്തിവെച്ചേക്കുന്നതാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഒരുപക്ഷെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ഒട്ടും തന്നെ തിരക്കില്ല. ഇത് നമ്മൾ സന്നിധാനത്തിന് തൊട്ട് മുന്നേ ഉള്ളൊരു കടയാണ്. നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ മല ചവിട്ടുന്നതെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് യാത്ര തുടരാം. നമ്മൾ സന്നിധാനത്തിന് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് മാത്രം നടന്നാൽ മതി.
2 മണിയോടുകൂടി തന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് കൊണ്ട് 4:30 അടുപ്പിച്ച് നമുക്ക് ഇങ്ങ് എത്താൻ പറ്റി. 2 മണിക്കൂർ നടക്കാനുള്ളതേ ഉള്ളൂ. 2.5 മണിക്കൂർ നമ്മൾ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് നടന്നതുകൊണ്ട് 2.5 മണിക്കൂറോളം എടുത്തു. ഇത് അനന്തുവാണ്, ഞാൻ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. നമ്മൾ ക്യൂവിൽ അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നട തുറക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സമയം ഇപ്പോൾ 5 മണിയോട് അടുക്കുന്നു. നമ്മൾ ഒരു 20 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ക്യൂ മെല്ലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 18-ാം പടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നാളികേരം ഉടച്ച ശേഷം പടി കയറാം. പതിനെട്ടാം പടി ചവിട്ടമാണ്. 18-ാം പടി കയറുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനെ കണ്ട ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ സന്നിധാനത്ത് ശ്രീകോവിലിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി ദർശനം ആണ്. മണ്ഡലകാലമല്ലാത്തതുകൊണ്ട് തന്നെ അത്രയും തിരക്കില്ല. എങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ ഇത്രയും തിരക്ക് നമ്മൾ മല ചവിട്ടുമ്പോൾ കണ്ടില്ലെങ്കിൽ കൂടി ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നട തുറന്നിട്ട് അധികം സമയമായിട്ടില്ല. നമുക്കിവിടെ നിന്നാൽ തന്നെ മേൽശാന്തിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദർശനത്തിനോട് അടുക്കുകയാണ്. അവിടെ നമ്മൾ ക്യാമറ ഉപയോഗിക്കില്ല. അങ്ങനെ സ്വാമിയെ കണ്ടു. ഇനി നമുക്ക് നെയ്ത്തേങ്ങ ഉടയ്ക്കണം. ഇനി നമ്മൾ നെയ്ത്തേങ്ങ ഇവിടെ ഉടച്ചിട്ട് നാളികേരത്തിൽ നിന്നുള്ള നെയ്യ് അഭിഷേകത്തിനായിട്ട് കൊടുക്കും. അതേപോലെ ഇവിടെ നമുക്ക് നമ്മുടെ ഇരുമുടിക്കെട്ടിൽ നിന്നുള്ള അരിയും നാണയത്തൊട്ടും നിക്ഷേപിക്കാം.
മാളികപ്പുറത്ത് അമ്മയാണ്. അമ്മയും തൊഴുതിറങ്ങാം. ഇനി നമുക്ക് പ്രസാദവും വാങ്ങി പടിയിറങ്ങാം. അരവണയും അപ്പത്തിനും ക്യൂ ഉണ്ട്. അങ്ങനെ ഏകദേശം 7 മണിയോടുകൂടി നമ്മുടെ ദർശനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പടി ഇറങ്ങുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. സന്നിധാനത്തിന് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പടി ഇറങ്ങിയത്. നമ്മൾ ഇങ്ങനെ താഴെ എത്തുമ്പോഴത്തേക്ക്, പമ്പയിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 9:30 ആവും. അങ്ങനെ നമ്മൾ ഏകദേശം 9:30 തന്നെ പമ്പയിൽ എത്തിയിരിക്കുകയാണ്. വന്നപാടെ തന്നെ നമുക്ക് തമ്പാനൂരിനുള്ള ബസ്സും കിട്ടി. നമ്മളങ്ങനെ യാത്ര തിരിച്ചു. 3:30 നമ്മൾ KSRTC തമ്പാനൂരും എത്തി.